أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യ ഹൃദയങ്ങളെ ഭയപ്പെടുത്തുന്ന ദുരന്ത വാർത്തകളാണ് 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ മുതൽ കേരള ജനത കേട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ ഇന്നലത്തെ കണക്കുപ്രകാരം 300ഓളം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തം. രാത്രി ഭക്ഷണം കഴിച്ച് മഴയുടെ തണുപ്പിൽ സ്വസ്ഥമായി ഉറങ്ങാൻ കിടന്ന ആളുകൾ വീടും വാഹനവും കച്ചവട സ്ഥാപനങ്ങളും മറ്റു വിഭവങ്ങളെല്ലാം ഒരു സമൂഹത്തിന് ഏതാനും സെക്കൻഡുകൾ കൊണ്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അനേകം മക്കൾ അനാഥരായി മാറി. എത്രയോ ഭാര്യമാര് വിധവകളായി. ധാരാളം മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു. അപകടം പറ്റി ചികിത്സയിൽ കഴിയുന്ന ആളുകൾ ധാരാളമാണ്. നൂറുകണക്കിന് ക്യാമ്പുകളിൽ 8000-ഓളം ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വലിയ ദുരന്തത്തിൽ നിന്ന് എത്രയും വേഗം കരകയറി സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എൻ്റെ നാട്ടില് നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ഓരോ ആംബുലൻസുകൾ വരുന്നത് ഓരോ മൃതദേഹങ്ങളും മൃതദേഹത്തിന്റെ ശരീര ഭാഗങ്ങളും കൊണ്ടാണ്. തലയില്ലാത്തത്, 2 കൈയില്ലാത്തത്, 1 കൈ മാത്രം നഷ്ടപ്പെട്ടത്, അരക്കുതായയില്ലാത്തത്, തലയോട്ടി പൊട്ടി അതിനുള്ളിലേക്ക് മണ്ണ് കയറി ഒരു ഭാഗം, തലയുടെ ഒരു ഭാഗം മുറിഞ്ഞുപോയത്. അവിടെ പല ആളുകളും മൊബൈൽ ഫോണുമായിട്ട് വരുന്നു. മൊബൈൽ ഫോൺ കാണിച്ചിട്ട് ഈ ആള് ഈ കൂട്ടത്തിലുണ്ടോന്ന്, ഈ മൃതശരീരങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന ആളുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പല ആളുകളും അവിടേക്ക് വരുന്നത്. എന്തു മറുപടി അവർക്ക് കൊടുക്കും ഈ ചിഹ്നിച്ചു തറിയ ശരീരം കാണുമ്പോൾ? എന്റെ വീട് നിങ്ങൾക്കറിയാം, പോത്തുകല്ലാണ്. ചാലിയാർ പുഴയുടെ 1 കിലോമീറ്റർ അടുത്താണ് എന്റെ വീട്. 100-ലധികം മൃതശരീരങ്ങളാണ് മുഴുവനായും കഷ്ണങ്ങളായിട്ടൊക്കെ ലഭിച്ചിട്ടുള്ളത്. അവരുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങൾ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രൂപത്തിൽ
ഹൃദയത്തിൽ എവിടെയെങ്കിലും അഹങ്കാരം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഒന്നുപോയി കണ്ടാ മതി. മോർച്ചറിയോ ആ തകർന്നുപോയ മൃതശരീരങ്ങളോ കണ്ടാൽ ആ അഹങ്കാരം അതോടുകൂടി ഇല്ലാതാകും. ഏറ്റവും സുരക്ഷിതമെന്ന് കരുതി സ്വന്തം വീട്ടിലെ ബെഡ്റൂമിൽ കിടന്നുറങ്ങിയവർ മണിക്കൂറുകൾ കൊണ്ട് എത്തിപ്പെട്ടത് ചാലിയാർ പുഴയിലെ കുത്തിയൊലിക്കുന്ന വെള്ളത്തിലും മലവെള്ളപ്പാച്ചിലും ചളിയിലും. 17ഓളം കിലോമീറ്റർ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയാണ് എന്റെ നാട്ടിലെ പോത്തുകൾ എന്ന് പറയുന്ന ആ പുഴയുടെ അരികിലേക്ക് ആ ശരീരങ്ങൾ എത്തുന്നത്. എത്ര ഭീകരമാണ്! അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയാലോ, ഒരു സൂചിപ്പാറ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. പോയ ആളുകൾക്കറിയാം അതിന്റെ ഉയരവും അതിന്റെ താഴ്ഭാഗത്ത് കാണുന്ന പാറക്കെട്ടുകളും കണ്ടാൽ അതിന്റെ ഭീകരത അത് കണ്ട ആളുകൾക്കറിയാം. ആ ഒരു പാറയിൽ നിന്ന്, ആ ഒരു സൂചിപ്പാറയിൽ നിന്ന് താഴേക്ക് പാറക്കെട്ടുകളിലേക്ക് വീണിട്ടാകാം ഈ മൃതശരീരങ്ങൾ ഇങ്ങനെ ചിന്നിച്ചിതറി തെറിച്ചത് എന്ന് ആളുകൾ പറയുന്നുണ്ട്. അല്ലാഹു അഅലം. ഞാൻ പറഞ്ഞത്, ഒരു അഹങ്കാരമോ ഒരു പൊങ്ങച്ചമോ ഒരു അണുവളവ് ഹൃദയത്തിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു രാത്രി മുഴുവൻ വേണ്ട, ഏതാനും ചില നിമിഷങ്ങൾ മതി നമ്മുടെ ജീവിതം മാറി മറയാൻ. മറ്റുള്ളവരെ കളിയാക്കുന്നവരും മറ്റുള്ളവരെ പരിഹസിക്കുന്നവരും സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിൽ മേഞ്ഞടിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു നാള് പ്രിയമുള്ളവരെ എല്ലാം ഇല്ലാതായി നഷ്ടപ്പെടുന്ന ഒരു കാലം, ഒരു സമയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ദുർബലതയാണ്, ഒരു മനുഷ്യന്റെ ദുർബലതയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും കൂടുതൽ വിനയാന്വിതനായി റബ്ബിലേക്ക് മടങ്ങാനുമാണ് വിശ്വാസികളായ ആളുകൾ, സഹോദരങ്ങളെ, തയ്യാറാകേണ്ടത്. എവിടെ എന്തു നടന്നാലും അതൊക്കെ അവിടുത്തെ കാര്യമെന്ന് പറഞ്ഞ് ആസ്വദിക്കുകയും നമ്മളെയൊന്നും അത്തരം ദുരന്തങ്ങൾ ബാധിക്കൂല, നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും ഉരുൾ പൊട്ടൂല, നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും പ്രളയം വരൂല എന്ന ഒരു മൂഢമായ ധാരണ പല ആളുകളുടെയും മനസ്സിലേക്ക് പലപ്പോഴും കടന്നു വരാറുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അത് കടന്നു വരും. നമ്മൾ പല സ്ഥലങ്ങളെയും നമ്മൾ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്താ അവിടെ പൊട്ടാത്തതെന്ന് അല്ലെ? പൊട്ടാണെങ്കിൽ അവിടെ പൊട്ടണമെന്നാണ് അല്ലെ? കുലുങ്ങാണെങ്കിൽ അവിടെ കുലുങ്ങണം. ഇന്ന സ്ഥലത്തിലെ ഇന്ന സ്ഥാപനമുള്ള സ്ഥലങ്ങളിൽ കുലുങ്ങണം, അവിടെയാണ് പൊട്ടേണ്ടതെന്നാണ്. പലയിടത്തും പൊട്ടണമെന്ന് നമ്മുടെ മനസ്സിലാഗ്രഹമുണ്ട്. അതിന് നമുക്ക് നമ്മുടേതായ ചില ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നാട് മുഴുവൻ തകർന്നടിയുമ്പോ, ജനങ്ങൾ ചിന്നിച്ചിതറി തെറിക്കുമ്പോ, പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമാണ് അതിൽ കൃത്യമായ പാഠമുള്ളത്. മരിച്ചുപോയ ആളുകള് മരിച്ചുപോയി, തകർന്നടിഞ്ഞ നാടും തകർന്നുപോയ വീടുകളും തകർന്നുപോയി, നഷ്ടങ്ങൾ ഉണ്ടായതൊക്കെ നഷ്ടങ്ങളുടെ പട്ടികയിൽ ചേർക്കപ്പെട്ടു. പക്ഷെ ഗുണപാഠം ജീവിച്ചിരിക്കുന്ന നമുക്കാണ് പ്രിയമുള്ളവരെ. അതാണ് മുഅ്മിനീങ്ങളായ ഈമാനുള്ള ആളുകളുടെ സ്വഭാവമായിക്കൊണ്ട് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം, തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ ലോകത്തങ്ങിങ്ങായി നടക്കുന്ന വാർത്തകൾ അവർ കേട്ടുകഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ആയാത്തുകൾ കൊണ്ട് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുമ്പോ, ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ, ഒന്നും കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ നടിച്ചു കഴിയുന്നവരല്ല വിശ്വാസികൾ. അതങ്ങ് കവളപ്പാറയിലല്ലേ, അതങ്ങ് വയനാട്ടിലല്ലേ, അതങ്ങ് കർണാടകയിലല്ലേ എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നവരല്ല വിശ്വാസികൾ. വിശ്വാസികൾ കൃത്യമായി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. മറിച്ച് എന്റെ കാൽ കീഴിലും അത്തരം ദുരന്തങ്ങൾ വരാൻ പോവാണ്, ഞാനും ഇത്തരം ദുരന്തത്തിന് ഇരയാകാൻ പോവുകയാണ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം
ഒരു അമലും എന്റെ കൈകളിലില്ല എന്ന ഓർമ്മയാണ് വിശ്വാസികൾക്ക് ഇത്തരമൊരു സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ ഉണ്ടാകേണ്ടത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാട്ടുകാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുകയാണ്, അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അഫഅമിന അഹ്ലുൽ ഖുറാ, ഒരു നാട്ടുകാർ നിർഭയരായിരിക്കുകയാണോ? ഒരു രാജ്യത്തെ ആളുകൾ നിർഭയരായിരിക്കുകയാണോ? ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ പേടിയില്ലാതിരിക്കുകയാണോ? അയ്യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. പാതിരാക്ക് നീ കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശിക്ഷ നിങ്ങളെ പിടികൂടുകയില്ലെന്ന് നീ വിചാരിക്കുകയാണോ? അവ അമിന അഹ്ലുൽ ഖുറാ അയ്യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. അവ അമിന അഹ്ലുൽ ഖുറാ, ഒരു നാട്ടുകാര് പേടിയില്ലാതിരിക്കുകയാണോ? അവർ ഭയപ്പെടാതിരിക്കുകയാണോ? അയ്യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. അവിടെതാ കളിയിലും ചിരിയിലും തമാശയിലുമായിരിക്കെ പകൽ സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുകയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? പ്രഭാത അഥവാ ഇളയിച്ചയുടെ സമയം. ഇളയിച്ചയുടെ സമയത്ത് അവർ കളിയിലും തമാശയിലും വിനോദത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അള്ളാന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടില്ല എന്ന് അവർ വിചാരിക്കണോ? എന്നിട്ട് അല്ലാഹു തആല ആ വിഷയത്തെ അവസാനിപ്പിക്കുന്നതിനറിയോ? അഫഅമിനൂ മക്റല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഫലാ യഅമനു മക്റല്ലാഹ്, അള്ളാന്റെ ശിക്ഷയെ കുറിച്ചൊരു പേടിയുമില്ലാതെ കഴിഞ്ഞ കാല ധിക്കാരത്തിൽ തന്നെ നിൽക്കാൻ ആർക്കേ സാധിക്കൂ? ഇല്ലൽ ഖൗമൽ ഖാസിറൂൻ, ധിക്കാരികളായ തെമ്മാടികളായ തോന്നിവാസികളായ ആളുകൾക്ക് എങ്ങനെ സാധിക്കൂ? വിശ്വാസികൾ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് കൃത്യമായ പാഠം ഉൾക്കൊള്ളുന്നതാണ്. അവർ പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ അവർ തയ്യാറാകുന്നു. പ്രിയപ്പെട്ടവരെ, പല ചിത്രങ്ങളും പല വീഡിയോകളും സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടു. ഒരു ഉമ്മ പറയാണ്, ഞെട്ടി ഉണർന്നപ്പോ കട്ടിലടക്കം ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. പിന്നെയാണ് ഒലിച്ചു പോകുമെന്ന് മനസ്സിലായത്. എന്റെ കയ്യിൽ എന്റെ ചെറിയ കുഞ്ഞിനെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. പക്ഷെ പിടുത്തം വിട്ടപ്പോ ഞാൻ എന്ത് ചെയ്തു? എനിക്കൊരു കമ്പിയിൽ പിടുത്തം കിട്ടി. കുഞ്ഞെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്തു? അവിടെ വിട്ടു. പക്ഷെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഞാൻ ബാക്കി ചെയ്യുന്നതാണ്. എന്റെ കുഞ്ഞു പോയി, ഞാൻ ബാക്കിയായി. ഒരാൾ പറഞ്ഞത് 60 പവൻ സ്വർണ്ണാണ് എനിക്ക് പോയതെന്ന്. 60 പവൻ സ്വർണം എത്ര? 35 ലക്ഷത്തിന്റെ മുകളിലാണ് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയത്. നഷ്ടപ്പെട്ടതും നഷ്ടപ്പെട്ടവരെയും ഓർത്ത് ദുരന്തമുഖത്ത് കണ്ണീരൊഴിക്കുന്ന ആളുകളുടെ ചിത്രങ്ങളും വീഡിയോകളും പ്രിയപ്പെട്ടവരെ നമ്മോട് ചിലത് പറയുന്നുണ്ട്. വഖുലിക്കൽ ഇൻസാനു ദഈഫൻ, വഖുലിക്കൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ദുർബലനായിക്കൊണ്ടാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിന്റെ ആശ്രിതന്മാരാണ്. അഥവാ ദുർബലരാണ് മനുഷ്യര്. വിവര സാങ്കേതിക വിദ്യകളുടെ ഉത്തുംഗതയിലെത്തിയെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ പ്രകാശവർഷങ്ങൾക്കപ്പുറം ഗോളങ്ങളിലേക്ക് വരെ എത്തിയെന്ന് അവകാശപ്പെടുന്ന, അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് പ്രിയമുള്ളവരെ കർണാടകയിൽ കേവലം 10 അടി താഴ്ചയിലേക്ക് മണ്ണിനടിയിൽപ്പെട്ട സഹോദരനെ കണ്ടെത്താൻ ഇനിയും പറ്റിയിട്ടില്ല. വർഷങ്ങൾക്കപ്പുറം ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ മുൻകൂട്ടി അറിയാനും പലതിനെയും ചെറുക്കാനും കഴിയുമെന്ന് വീരവാദമുയക്കുന്ന ശാസ്ത്രത്തിന് മുണ്ടക്കൈ എന്ന് പറയുന്ന ചൂഴൽമല പ്രദേശത്തെ അപകടം കൃത്യമായി മുൻകൂട്ടി അറിഞ്ഞ് വേണ്ടത് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇന്ന് AI കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം കീഴടക്കാൻ കഴിയുമെന്നതുകൊണ്ട് അതിനുവേണ്ടി ലക്ഷങ്ങള് പൊടിച്ച അധികാരികൾക്ക് തന്റെ മൂക്കിനു താഴെയുള്ള പ്രജകളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അവരെ കൊണ്ടുപറ്റൂല. എത്രത്തോളം ഉയർച്ച അവകാശപ്പെട്ടാലും പ്രിയമുള്ളവരെ മനുഷ്യൻ വെറും ദുർബലനാണ് എന്ന ബോധ്യപ്പെടുത്തലാണ് പടച്ച റബ്ബ് ഇത്തരം ദുരന്തത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. അർജുൻ എന്ന മലയാളി
സുഹൃത്തിനെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സാധ്യമാകുന്ന എല്ലാ മാൻ പവറുകളും യന്ത്രങ്ങളും റഡാർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി. പക്ഷേ മറഞ്ഞ കാര്യങ്ങൾ ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ് കൃത്യമായി അവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രിയമുള്ളവരെ ബോധ്യപ്പെടുക. എത്ര വലിയ മാൻ പവർ ഉണ്ടെങ്കിലും, എത്ര വലിയ സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയാലും ഗൈബ് അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹ്റ്. അദൃശ്യങ്ങളുടെ താക്കോലുകൾ ആ റബ്ബിന്റെ കൈകളിലാണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ അദൃശ്യകാര്യങ്ങൾ അറിയുന്നതല്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹ്റ്, കടലിലും കരയിലുമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവൻ റബ്ബ് മാത്രമാണ്. നോക്കിങ്ങള് ഇന്ന് കളഞ്ഞുപോയ മുതൽ തിരിച്ചു കിട്ടാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ വ്യാജ ഔലിയാക്കളുടെ മുമ്പിലേക്ക് സിയാറത്തിനു വേണ്ടി പോയിങ്ങാണ്ട് അവിടെ പോയി കാണിക്ക സമർപ്പിക്കുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ ദുരന്തങ്ങളിൽ പാഠങ്ങളുണ്ട്. ലോകത്തെ നിയന്ത്രിക്കുന്നത് മടവൂരിലെ ഒരു മാനസിക രോഗിയായ ആളാണ് CM വലിയുള്ളയാൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് കൃത്യമായി സഹോദരങ്ങളെ ഇതിൽ പാഠങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒട്ടേറെ വ്യാജ ഔലിയാക്കള് അവർ മരണപ്പെട്ട് കിട്ടിയാല്, അവർ മരിച്ചു കഴിഞ്ഞാല് അവരെ കോട്ടണിയിപ്പിച്ച് അവരെ ആ നിലയ്ക്ക് അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ പാഠങ്ങൾ ഇത്തരം ദുരന്തത്തിലുണ്ട്. ഞൊടിയിടയിലെ ക്യാൻസറും അതേപോലെ കിഡ്നി രോഗവും മാറ്റിയ സുൽത്താൻമാർ അവരെ പറ്റി അവകാശപ്പെടുന്ന എന്താ? അത്ര പെട്ടെന്ന് ഒരു രോഗം മാറ്റി തരുന്നതാണ്. ഇന്ന് അവർക്ക് ഒരു മെസ്സേജ് കൊടുത്തൂടെ? ഇത്തരം ഔലിയാക്കന്മാർക്ക്, നേതാക്കന്മാർക്ക് ഒരു മെസ്സേജ് കൊടുത്താൽ പോരെ? അർജുൻ എന്ന് പറയുന്ന സഹോദരൻ ഇന്ന സ്ഥലത്തുണ്ട്. വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇപ്പോഴും തെരച്ചിലടക്കുകയാണ്. ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ പോലും തെരച്ചിൽ നടന്നുകൊടുക്കുകയാണ് ഓരോ ദിവസവും. അവർക്ക് പറഞ്ഞുകൂടെ ഇന്ന ആള് ഇന്ന സ്ഥലത്ത് അയ മണ്ണിന്റെ അടിയിൽ പൂന്തി കിടക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, ഗൈബ് അറിയുന്നവൻ പടച്ച റബ്ബ് മാത്രമാണ് എന്ന കൃത്യമായ പാഠം ഇത്തരം ദുരന്തത്തിലൂടെ വിശ്വാസികൾക്ക് അല്ലാഹ് പഠിപ്പിച്ചിരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പാഠങ്ങള് പ്രിയമുള്ളവരെ ദുരന്തത്തിൽ നമുക്കുണ്ട്. പലരും പ്രതിവിധികൾ തേടി അലയാണ്. യഥാർത്ഥ പ്രതിവിധി ഏതാ? അത് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇത്തരം ദുരന്തങ്ങൾ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ പടച്ച റബ്ബ് പറഞ്ഞ പ്രതിവിധി ഒന്ന് പ്രാർത്ഥനയാണ്. അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ല എങ്കിൽ, നിങ്ങൾ ആ റബ്ബിനോട് ദുആ ചെയ്യുന്നില്ല എങ്കിൽ ആ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. പ്രാർത്ഥിക്കുന്നവർക്കാണ് പടച്ച റബ്ബിന്റെ പരിഗണന ഉണ്ടാകുക. അവരെയാണ് അല്ലാഹു തആല രക്ഷപ്പെടുത്തുക. രണ്ടാമത്തത് പ്രിയമുള്ളവരെ പാപമോചനം. ചെയ്തു പോയ തിന്മകളിൽ നിന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ പറ്റണം. ഇല്ല എങ്കിൽ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തുന്ന കാലത്തോളം, അള്ളാഹുവിലേക്ക് അവർ പശ്ചാത്തപിച്ചു മടങ്ങുന്ന കാലത്തോളം അള്ളാഹു ഒരു ജനതയെ ശിക്ഷിക്കൂല എന്നാണ്. അതുകൊണ്ട് പാപമോചനമില്ലേ, അള്ളാഹുവിന്റെ ശിക്ഷകൾ ആ സമൂഹത്തെ പിടികൂടും. മൂന്നാമത്തത് പ്രിയമുള്ളവരെ തവക്കുൽ വേണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു വിശ്വാസിക്ക് കരുത്ത് തവക്കുലാണ്. അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നവർക്ക് അവർക്ക് അവന്റെ സഹായം ഉറപ്പാണ്. ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും അള്ളാഹുവിലേക്ക് തവക്കുലാക്കാൻ പറ്റണം. നാലാമതായി മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ, തിന്മകളുടെ ആധിക്യമാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്തെ ശിക്ഷ പിടികൂടാൻ ഒരുപാട് കാരണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തുർമുദി റിപ്പോർട്ടാക്കുന്ന വിശാലമായ ഒരു ഹദീസിൽ കാണാം. അതിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തുഖിദൽ ഫൈഉദു വല, പൊതു സ്വത്ത് സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ലോകത്ത് കടന്നു വന്നാൽ, എല്ലാവർക്കും അവകാശപ്പെട്ട സ്വത്ത് അത് സ്വന്തം സ്വത്ത് പോലെ ഒരാൾ ഉപയോഗിക്കുന്ന ഒരു കാലം ലോകത്ത് വന്നു കഴിഞ്ഞാൽ. രണ്ടാമതായി പറഞ്ഞു, വൽ അമാനത്തു മഅനമാ, ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് സ്വന്തം കീശയിലേക്ക് വെച്ച് ആളുകൾ പെരുകുമ്പോ, ആ രൂപത്തിലുള്ള സ്വാർത്ഥ താല്പര്യക്കാർ ലോകത്ത് അധികരിക്കുമ്പോ, പാവങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കുന്നവർ ലോകത്ത് അധികരിക്കുമ്പോ, മൂന്നാമതായി വസ്സകാത്തു മഅറമാ, സകാത്ത് കൊടുക്കാതെ പണക്കാരെ, അവന്റെ പണമുണ്ടായിട്ട് അവന്റെ സ്വത്തിൽ നിന്നൊരൽപ്പം പോലും സകാത്ത് നൽകാതെ സകാത്തിന്റെ പണത്തെ പൂഴ്ത്തി വെക്കുന്ന ആളുകൾ ലോകത്ത് അധികരിച്ചു കഴിഞ്ഞാൽ. നാലാമത് പറഞ്ഞു, വതുഅല്ലിമു ലിഗൈറദ്ദീൻ, പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടിയല്ലാത്ത പഠനങ്ങളും ഉത്ബോധനങ്ങളും ലോകത്ത് അധികരിച്ചാൽ, ഭൗതികമായ പഠനങ്ങൾ ലോകത്ത് അധികരിക്കാം, മതപരമായ പഠനത്തോട് ആളുകൾക്ക് താല്പര്യമില്ലാതെ വരുന്ന ഒരു കാലം വരും. പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടിയല്ലാത്ത പഠനങ്ങളും ഉത്ബോധനങ്ങളും ലോകത്ത് അധികരിക്കാം. ഒരാൾ തന്റെ ഭാര്യയെ അനുസരിച്ചുകൊണ്ട് തന്റെ ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലം ലോകത്ത് കടന്നു വന്നാൽ, ഭാര്യയ്ക്ക് സ്ഥാനം, ഭാര്യനോട് സംസാരം, ഉമ്മയായിട്ട് തന്നെ പോറ്റി വളർത്തിയ, തന്നെ വളർത്തി വലുതാക്കിയ മാതാവിനെ അവഗണിക്കുന്ന ഒരു കാലം, ഭാര്യയ്ക്ക് മാത്രം സ്ഥാനം. തന്റെ ഭാര്യയെ അനുസരിച്ച് ഉമ്മാനെ ധിക്കരിക്കുന്ന ആളുകൾ ലോകത്ത് അംഗീകരിക്കാം. തന്റെ കൂട്ടുകാരനോട് വർത്തമാനം പറയാനും, തന്റെ ചങ്ങായിയുടെ തോളിൽ കൈയിട്ട് നടക്കാനും, അവനുമായി കൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനും, അവനുമായി കൊണ്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കാനും, അവനുമായി കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടി, തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൂട്ടുകാരനെ മാത്രം സമീപിച്ചുകൊണ്ട് തന്നെ പോറ്റി വളർത്തിയ സ്വന്തം ബാപ്പാനെ അവഗണിക്കുന്ന കാലം ലോകത്ത് കടന്നു വന്നാൽ, ബാപ്പയോട് മുഷാവറല്ല, ഒരു പുതിയ വീട് വെക്കുകയാണെങ്കിൽ ചർച്ചാരോടാ, തന്റെ കൂട്ടുകാരന്മാരോട്. ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ ചർച്ച ചെയ്യലാരോടാ, തന്റെ കൂട്ടുകാരന്മാരോട്. ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം അഭിപ്രായം ചോദിക്കാരോടാ, തന്റെ കൂട്ടുകാരനോട്. ബാപ്പയുമായി മുഷാവറല്ല, ബാപ്പയുമായി കൊണ്ടൊരു ബന്ധമല്ല, എന്നിട്ട് തന്റെ കൂട്ടുകാരന് സ്ഥാനം കൊടുക്കുക. കൂട്ടുകാരന് സ്ഥാനം കൊടുത്തുകാണ്ട് സ്വന്തം പിതാവിനെ അവഗണിക്കുന്ന ഒരു കാലം വരിക. ഏഴാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വദഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദ്, പള്ളികളിൽ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ വെറുതെ അനാവശ്യമായി കൊണ്ട് സംസാരിച്ചിരിക്കുന്ന ആളുകൾ ലോകത്ത് പെരുകുക. പള്ളി ഇബാദത്തിനുള്ളതാണ്. പള്ളിയിൽ വന്നാൽ ദിക്റും ഖുർആൻ പാരായണവും ദീനീപരമായ ചർച്ചകൾ പറ്റും. തന്റെ കുടുംബകാര്യം ചർച്ച ചെയ്യേണ്ട സ്ഥലമല്ല പള്ളി. തന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ഥലമല്ല പള്ളി. തന്റെ പുറത്തുള്ള കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട സ്ഥലമല്ല പള്ളി. അള്ളാന്റെ പള്ളികളിൽ വന്നിട്ട് അനാവശ്യമായി കൊണ്ട് സംസാരിച്ചിരിക്കുന്ന ആളുകളെ ലോകത്ത് പെരുക. ഓരോ കബീലകളുടെയും ഓരോ നാടുകളുടെയും ഭരണങ്ങൾ ആ നാട്ടിലെ ഏറ്റവും നിന്ദ്യന്മാരായ ആളുകൾ ഏറ്റെടുക്കുന്ന കാലം വരും. ഒരാളെ നമ്മൾ ആദരിക്കുന്നു, എന്തിനെന്നു അയാളെ ഷർറ് പേടിച്ചിട്ട്. ഒരാളെ കാണുമ്പോൾ എണീറ്റിക്കണത്, അയാളെ ബഹുമാനിച്ചാണ് എണീറ്റിക്കണത്. എണീറ്റ് നിന്നിട്ടില്ലെങ്കിൽ അയാളിന് എന്തെങ്കിലും ഷർറുണ്ടാവും, എന്തെങ്കിലും പ്രയാസം വരുമെന്ന് പേടിച്ചിട്ട്. ഒരാളെ നമ്മൾ ആദരിക്കുന്നത് എന്തിനാ? അയാൾ ആദരിച്ചാലേ അയാളെ ഇങ്ങോട്ട് കിട്ടേണ്ടത് കിട്ടുള്ളൂ. അതിനു വേണ്ടി മറ്റുള്ള ആളുകളെ, ഒരു മനുഷ്യനെ ഒരാളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു കാലം ലോകത്ത് വരിക.
പത്താമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ വളഹറത്തിൽ ഖൈനാതു വൽ മആജിഫ്, നർത്തകിമാരും പാട്ടുകാരികളും ലോകത്ത് അധികരിക്കുന്ന ഒരു കാലം. ഡാൻസുകാരികളും ഗായികമാരും ഗായകന്മാരും സംഗീത ഉപകരണങ്ങളിൽ ആകൃഷ്ടരാകുന്ന സംഗീതത്തിന്റെ അടിമകളായി ജനങ്ങൾ മാറുന്ന ഒരു കാലം ലോകത്ത് കടന്നു വന്നാൽ വശുരിബത്തിൽ ഹുമൂർ, മദ്യം ഇങ്ങനെ മണക്കും, എല്ലായിടത്തും മദ്യം ഒഴുകിക്കൊണ്ടിരിക്കും. അത് കുടിക്കാൻ അഥവാ ലഹരി ഉപയോഗിക്കാൻ ആളുകൾക്ക് മടിയില്ലാത്തൊരു കാലം ലോകത്ത് കടന്നു വരിക. അവസാനമായി 12ാമത് പ്രവാചകൻ ശാസ്ത്രം പറഞ്ഞത് വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തു അവ്വലുഹ, ഈ ഉമ്മത്തിന്റെ മുസ്ലിമുകളുടെ ഒന്നാമത്തെ കാലഘട്ടത്തിലെ ആളുകൾ അഥവാ പ്രവാചകന്റെ സ്വഹാബാക്കൾ, താബിഉകൾ, തബഉ താബിഇകൾ, അവരെ ചീത്ത പറയുന്ന ആളുകൾ ലോകത്ത് വരിക. അവിടെ ചീത്ത അറിയാറുണ്ട് പ്രവാചകന്റെ സ്വഹീഹാക്കപ്പെട്ട ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾ, ചില സ്വഹാബാക്കളെ കുറിച്ച് മോശമായി കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തു അവ്വലുഹ, ഈ ഉമ്മത്തിന്റെ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ കാലഘട്ടത്തിലെ ആളുകൾ അഥവാ പ്രവാചകന്റെ സ്വഹാബാക്കളെ ചീത്ത പറയുന്ന ശപിക്കുന്ന ആളുകൾ ലോകത്ത് അധികരിച്ചു കഴിഞ്ഞാൽ ഫർതഖിബൂ ഇൻദ ദാലിക, സമൂഹമേ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, റീഹൻ ഹംറാ, അതിശക്തമായ കാറ്റിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, വസൽസല, ഭൂകമ്പത്തെ പ്രതീക്ഷിച്ചോ, വഖസ്ഫ, ഭൂമി വിണ്ടുകീറ, ഭൂമി വിണ്ടുകീറുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഏതുപോലെ വായാത്തിൻ തതാബഹു കനിദാമിൻ ബാലിൻ കുതിയ സിൽകഹു ഫതതാബഹ, അത് തുടരെ തുടരെ നിങ്ങൾക്കത് വന്നുകൊണ്ടിരിക്കും. ഏതുപോലെ ഒരു പഴകിയ മാല, ആ പഴകിയ മാലയുടെ ചരടറ്റ് അങ്ങനെ ഉണ്ടാവും, അതിൽ നിന്ന് ഓരോ മുത്തുമണികളും താഴേക്ക് ഇങ്ങനെ ഉതിർന്നു വീഴും. ഇതേപോലെ അള്ളാന്റെ ശിക്ഷകൾ തുടരെ തുടരെ വരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. സുനാമിയായി, പ്രളയമായി, ഭൂകമ്പമായി, നിപ്പയായി, കൊറോണയായി, ഉരുൾപൊട്ടലായി, ഇങ്ങനെ തുടരെ തുടരെ അള്ളാഹുവിന്റെ ശിക്ഷകൾ നിങ്ങളെ പിടികൂടുന്നതിനെ നിങ്ങൾ ഭയപ്പെട്ടോളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ പ്രവചനം എത്ര സത്യമാണ്. ഇത് ഏതാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കാത്തത്? അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യ, നിന്റെ കൈകൾ പ്രവർത്തിച്ചതു കാരണം തന്നെയാണ് ഞാൻ ലോകത്തെ ശിക്ഷ ഇറക്കിയിട്ടുള്ളത്. ദുഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് അയ്ദിൻ നാസ്, അവർ പ്രവർത്തിച്ചതിന്റെ ചിലതിന്റെ ഫലമത അള്ളാഹു ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത്തരം ശിക്ഷകൾ നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നത്. അഥവാ കടലിലും കരയിലും മനുഷ്യൻ ചെയ്ത അവന്റെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലം തന്നെയാണ് ലോകത്ത് അള്ളാന്റെ ശിക്ഷ പിടികൂടാനുള്ള കാരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസികൾ എന്ന നിലയ്ക്ക് ചെയ്തു പോയ തിന്മകളിൽ നിന്ന് പടച്ച റബ്ബിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങണം ആത്മാർത്ഥമായി. ഏതു നിമിഷവും മരണപ്പെടാനുള്ള സാധ്യത 100% എന്ന ഉത്തമമായ ബോധ്യത്തിൽ നമ്മുടെ ഈമാനിനെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക. ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, തൗഹീദുണ്ടോ, ഈമാനുണ്ടോ, 5 ആളുകൾക്ക് ഷഹീദിന്റെ കൂലുണ്ട്. അതിലൊന്ന് പറഞ്ഞാൽ അൽ-ഗരീഖ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകൾ, അവർക്ക് ഷഹീദിന്റെ കൂലിയാണ്. അള്ളാഹു മരണപ്പെട്ട വിശ്വാസികൾക്ക് ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മനസ്സിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ.